ഹായ്, നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്ത് പോകുന്നത് കാണിക്കാമേ. അതാണ് ഇപ്പോൾ നമ്മൾ കിളിമാനൂരിൽ നിന്ന് ഇറങ്ങി കിളിമാനൂരിൽ തന്നെ നിൽക്കുകയാണ്. ഇവിടെ അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്, അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇരിക്കുന്നത് നേരെ ഇരിക്കുമോ? രാവിലെ നല്ല ചൂടാണ്, മഴയുടെ ചെറിയ കോളുണ്ട്. അപ്പോൾ നമുക്ക് യാത്രയിലുടനീളമുള്ള കാര്യങ്ങൾ കാണാം. എല്ലാവരും കൂടെ വായോ. ഇത് കിളിമാനൂരാണ് കേട്ടോ. അങ്ങനെ കിളിമാനൂരിൽ നിന്നും നമ്മൾ ആദ്യം പോയത് എങ്ങോട്ടാണ് കാണിക്കാം കേട്ടോ. വിഘ്നങ്ങളെല്ലാം അകറ്റുന്ന വിഘ്നേശ്വരൻ്റെ അടുക്കിലേക്കാണ്. സത്യം പറഞ്ഞാൽ പീസ്ഫുള്ളായിട്ട് ഇരിക്കണം, മനസ്സിലൊരു സമാധാനം വേണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ദിവസങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊരു വിശദമായ വീഡിയോ ചെയ്യുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ രോഗമാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കാക്കച്ചു പറഞ്ഞു ഇങ്ങനെ വീട്ടിൽ ഇരിക്കേണ്ട, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ പോയിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്, എങ്കിലും ഒന്ന് ഇറങ്ങി അവിടെയൊക്കെ തന്നെ പോകാമെന്ന് കരുതി. കാരണം പിള്ളേരൊന്നുമില്ല, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും പോകണ്ട, പോയ സ്ഥലത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേച്ചി, ഞാനും അമ്മയും കാക്കച്ചിയും കൂടെയാണ് പോയത്. അപ്പോൾ അമ്മയടുത്തും ചേച്ചിയടുത്തും പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ക്ഷേത്രത്തിൽ കയറാം, രണ്ടുപേരും കുളിച്ചിട്ടൊക്കെ വരുമെന്ന്. അപ്പം ഞാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കയറത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ ഭക്തി എന്ന് പറയുന്നത് എൻ്റെ തന്നെയുള്ള ദൈവിക അംശത്തെയാണ്, തത്വമസി എന്നല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഈ ആരാധനാലയങ്ങളിൽ പോയി ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു അനുഭവമാണ്, ഒരു പോസിറ്റീവ് വൈബാണ്. ഈ പോകുന്ന മനുഷ്യരൊക്കെ എന്തെല്ലാം മനസ്സിൽ കരുതിയിട്ടായിരിക്കും പോകുന്നത്, ഇതെല്ലാം പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളെല്ലാം ചേരുന്നത് ഒരാളിൻ്റെ അടുക്കിലേക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചില മനുഷ്യന്മാരായിട്ട് നമ്മുടെ അടുക്കിലേക്ക് വരും എന്നാണ്. അങ്ങനെ കൊട്ടാരക്കര അമ്പലമാണ്. കൊട്ടാരക്കര അമ്പലത്തിൽ കയറി. അപ്പോൾ ഗണപതിയെ കാണാനായിട്ട് അമ്മയും ചേച്ചിയും ഇറക്കി വിട്ടു. ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു, ഞാൻ ഇറങ്ങിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീൽ ചെയറിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ ഇറങ്ങുകയൊക്കെ വളരെ പാടാണ്. അപ്പോൾ ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പമാണ് പ്രധാനം. ഉണ്ണിയപ്പമൊക്കെ ചേച്ചി അമ്മയും വാങ്ങി. മീൻ കുളമാണ് കേട്ടോ, മീനാണ്. അപ്പോൾ പോകാൻ പറ്റുന്നവരൊക്കെ പോകണം, കാണേണ്ട ഒരു കാഴ്ചയാണ്, കാണേണ്ട ഒരു അമ്പലമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇറങ്ങിയിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ഇറങ്ങണമെന്നുള്ളത് കൊണ്ടാണ് ഞാനൊരു ഇവിടെ ഇറങ്ങാതിരുന്നത് കേട്ടോ. അപ്പോൾ ഈ മീനെ കണ്ടോ, പൊളിയാണ്. അപ്പോൾ കൊട്ടാരക്കര അടുത്ത് ഉള്ള ആൾക്കാരൊക്കെ, കൊട്ടാരക്കര പോകാൻ പറ്റുന്നവരൊക്കെ പോകണം. ഇനി ഇത്തിരി ദൂരെ ആണെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരണം കേട്ടോ. ഭയങ്കര ഒരു വൈബ് തന്നെയാണ് ആ അമ്പലം എന്ന് വെച്ചാൽ. പിന്നെ കച്ചവടക്കാർ ഒരുപാട്, എന്ന് വെച്ചാൽ എങ്ങനത്തെ കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി, പപ്പടം, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷേ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അതായിരിക്കും കച്ചവടത്തിൻ്റെ ഒരു രീതി. പക്ഷേ ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒരുപാട് പൈസയൊന്നും ഇങ്ങനെ വാരി എടുത്തുകൊണ്ടായിരിക്കില്ല പോകുന്നത്. എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. ആമ്പൽക്കുളമൊക്കെ കണ്ടോ, പോളി വൈബ് തന്നെ കേട്ടോ, പോളി വൈബ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈകുന്നേരം വെയിലില്ലാതെയൊക്കെ പോയാൽ അവിടെ ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല തിരക്കായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാനുള്ളത്. അപ്പോൾ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചേച്ചി അമ്മയും അവിടെ വിരാജിക്കാൻ വിട്ടു. അമ്മയുടെ ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ പോകണമെന്നുള്ളത്. അപ്പോൾ ഇനി കുളത്തൂപ്പുഴ പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം കുളത്തൂപ്പുഴ അമ്മയെ കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്, പാലഭിഷേകം, മലനീരാഭിഷേകം, ഇങ്ങനെയൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ അങ്ങനെ എടുത്തു. ചേച്ചി അമ്മയെ അങ്ങോട്ട് ഭാഗത്തോട്ട് പോയ സമയത്തിന് ഇങ്ങനെയൊക്കെ വീഡിയോയൊക്കെ എടുത്ത് നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കാറിൽ തന്നെ കറങ്ങി നടന്നു എന്നുള്ളതാണ്. ചേച്ചി അങ്ങനെ പോയിട്ട് വരെയാണ് കേട്ടോ. എന്നെ ഉണ്ണിയപ്പമൊക്കെ വാങ്ങി അവൾ വരെയാണ്. സിന്ദൂരം വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. സിന്ദൂരം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല, അവിടെ ഇന്നില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വഴി പോയപ്പോൾ സിന്ദൂരം വയ്ക്കുന്നത് കണ്ടു കേട്ടോ. എനിക്ക് നല്ല ചുവന്ന സിന്ദൂരമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം, മേടിച്ചോണ്ടൊന്ന് വെച്ചേക്കാം വീട്ടിൽ കേട്ടോ. ഞാൻ സിന്ദൂരം ഇടാറില്ല, അമ്മയും ചേച്ചിയൊക്കെ ഇടും, അമ്മയും ചേച്ചിയും ഇടും. അങ്ങനെ സീമന്തരൊക്കെ ചേച്ചി സിന്ദൂരം ഇടുമല്ലോ, അങ്ങനെ. അപ്പോൾ അവിടുത്തെ നല്ല കാഴ്ചകളാണ് ഈ കാണുന്നത്. പറ്റിയ ആൾക്കാർ വരണം, മനസ്സിനെ
നല്ല കുളിർമ തരുമെന്നുള്ളതിലൊരു സംശയമില്ല. അങ്ങനെ തന്നെയാണല്ലോ അമ്പലങ്ങളും പള്ളികളുമൊക്കെ ആൾക്കാർ പോകുന്നത്. പക്ഷേ അവിടെയെല്ലാം വിദ്വേഷവും വെറുപ്പും ഇതെൻ്റെ അമ്പലമാണ്, ഇതെൻ്റെ പള്ളിയാണെന്ന് പറയുന്നൊരിടമാവാതിരിക്കട്ടെ. ഇത് ദൈവം വസിക്കുന്ന ഒരിടമെന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പോവുകയാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലം അടുത്ത വീഡിയോയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ പറയണം കേട്ടോ. നമ്മളങ്ങനെ എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചിടുന്നില്ല. എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചിടുന്നത് ശരിയല്ല. എല്ലാം കൂടെ ഇടുമ്പോൾ ആൾക്കാർക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ല, നല്ലൊരു കണ്ടൻ്റ് അല്ലാത്തത് കൊണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കണ്ട വീഡിയോകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ വരാൻ പറ്റുന്നവർ വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ദീജ.